ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കർണാടക സ്റ്റൈൽ ഉഴുന്നുവടയുടെ റെസിപ്പിയാണ്. ഈ ഉഴുന്നുവടയ്ക്ക് കോമ്പിനേഷനായിട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തിയുടെ റെസിപ്പിക്കും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഉഴുന്നുവട തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഉഴുന്നൊന്ന് കുതിരാനിടണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പം 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു കപ്പിന് 1 കപ്പ് ഉഴുന്നാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത്. ഇതിലേക്കിനി ഏത് കപ്പിലാണോ നമ്മൾ ഉഴുന്നെടുത്തത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പച്ചരി കൂടെ എടുക്കണം. ഇപ്പോൾ അതേ കപ്പിന് തന്നെ 1/2 കപ്പ് പച്ചരി കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊരു 3-4 പ്രാവശ്യം കഴുകണം. കഴുകിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഇത് കുതിരാനുള്ള വെള്ളം ഒഴിച്ച് ഒരു 3 തൊട്ട് 4 മണിക്കൂർ നമ്മളിത് കുതിരാനായിട്ട് വെക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് ഇത് മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതുപോലെ ഉഴുന്നും അരിയും കൂടെ നമ്മൾ കുതിർത്ത് അരച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഞാനൊരു 3 മണിക്കൂർ ഇത് കുതിർത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കാൻ നേരത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ നമുക്ക് നല്ല ഫൈനായിട്ട് വെള്ളം കുറച്ച് അരച്ചെടുക്കാം. പിന്നെ ഇത് അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് അരയ്ക്കണം. ഉപ്പ് പിന്നെ ചേർത്ത വെള്ളം കുറച്ച് കൂടിപ്പോവും. അത് കാരണം ഞാനിപ്പം ഇതെല്ലാം അരച്ചൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 ചെറിയ ക്യാരറ്റ് കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാരറ്റ് ഇല്ലായിരുന്നു. മക്കൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിത് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇത്രയും ഞാൻ ചേർക്കാം. ക്യാരറ്റ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ക്യാബേജും സവാളയും ചേർത്ത് കൊടുത്തു. അതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു 4-5 കുരുമുളക് ഇതുപോലെ ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഉഴുന്നരയ്ക്കാൻ നേരത്ത് ചേർത്തായിരുന്നു. അത് കാരണം ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ കൈകൊണ്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇതുപോലെ വടയുണ്ടാക്കി എണ്ണയിലേക്ക് വിടാൻ പാകത്തിന്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് കുറേശ്ശെ മാവെടുത്ത് വടയുടെ ഷേപ്പാക്കി എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുത്താൽ മതി. എൻ്റെ വീഡിയോ സ്കിപ്പായി പോയി കേട്ടോ. ഞാൻ ഈ എണ്ണയിലേക്ക് ഇങ്ങനെ ഷേപ്പാക്കി ഇടുന്ന വീഡിയോ സ്കിപ്പായി പോയി, സോറി. ഇപ്പം ഇതുപോലെ 2 സൈഡും വെന്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഈ വടയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പി കൂടെ കാണിക്കാൻ ഞാൻ ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 സ്പൂണ് പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില, ചെറിയ കഷ്ണം ഇഞ്ചിയും എരിവിനനുസരിച്ച് പച്ചമുളകും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിയില്ലാത്ത 2 സ്പൂണ് തൈരാണ്. തൈര് പുളി ഉള്ളതാണെങ്കിൽ 1 സ്പൂണ് തൈര് ചേർത്താൽ മതി. ഇനി ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല തരിതരിയായിട്ട് അരച്ചെടുക്കണം. ഈ വടക്കൊക്കെ നമുക്കൊരു ഹോട്ടലിലൊക്കെ കിട്ടുമല്ലോ ഇങ്ങനെ തരിതരിയായിട്ടുള്ള ചമ്മന്തി, അതുപോലെ തരിതരിയായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പം കടുകും വറ്റൽമുളകും കരിവേപ്പിലയും വറുത്തൊന്നിട്ട് കടുകും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പറായിട്ടുള്ള ചമ്മന്തിയും നല്ല അടിപൊളിയായിട്ടുള്ള വടയും തയ്യാറായി. ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്നും അധികം കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഒത്തിരി ക്യാരറ്റും ഇച്ചിരി ക്യാബേജും ഒക്കെ ഇട്ടിട്ട് വടയാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ നല്ല സന്തോഷത്തോടെ കഴിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വടയും ചമ്മന്തി ഇവിടെ റെഡിയായി. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ കാണാൻ. ടിൽ ദെൻ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.